നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറബ് ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. UAE പ്രസിഡന്റ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ വിയോഗമായിരുന്നു അത്. ജനപ്രിയ നേതാവിന്റെ മരണത്തെ തുടർന്ന് 40 ദിവസം നീളുന്ന ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. ലോകത്തിന്റെ നാനാതുറയിൽ നിന്നും അൽ നഹ്യാന്റെ വിയോഗത്തിൽ അനുശോചിച്ച സന്ദേശങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ മതമൈത്രിയുടെ മറ്റൊരു മുഖം കൂടി UAE കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രത്യേക പൂജകൾ നടത്തുമെന്ന പ്രഖ്യാപനവുമായി ഹിന്ദു ക്ഷേത്രം കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയുണ്ടായി. അബുദാബിയിലെ BAPS സ്വാമി നാരായണൻ ക്ഷേത്ര അധികൃതരാണ് മുസ്ലിം ഭരണാധികാരിയുടെ ആത്മശാന്തിക്കായി പൂജ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇക്കാര്യം അറിയിച്ചത്. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ദേശമായി UAE മാറ്റിയത് അൽ നഹ്യാന്റെ നേതൃപാടവം അവിസ്മരണീയമാണെന്നും പൂജാരി സ്മരിക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ മാത്രമല്ല ഇവിടെയുള്ള ഓരോ ഹിന്ദു ഭവനത്തിലും അദ്ദേഹത്തിന്റെ ശാന്തിക്കായി പൂജകൾ നടക്കുമെന്നും മുഖ്യ പൂജാരി പ്രഖ്യാപിക്കുകയായിരുന്നു. UAEയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം അബു മഹരേഖയിലെ ഷെയ്ഖ് സയ്യിദ് റോഡിൽ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. അബുദാബിയിൽ നിർമ്മിക്കുന്ന UAEയിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രം 2023 നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ക്ഷേത്ര അധികൃതർ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. 1000 വർഷമെങ്കിലും ക്ഷേത്രം നിലനിൽക്കുമെന്ന് BAPS ഹിന്ദു മന്ദിർ അബുദാബി പദ്ധതിയുടെ പ്രധാന ടീം അംഗങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഭക്തജനങ്ങൾക്ക് അടുത്ത വർഷം ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഫൗണ്ടേഷൻ ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മണൽക്കല്ലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഇന്ത്യയിൽ നിന്ന് കരകൗശല തൊഴിലാളികളെ എത്തിച്ച് ആരംഭിക്കുമെന്നും ക്ഷേത്ര പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തു. ക്ഷേത്രഭൂമിയിൽ കട്ടിയുള്ള മണൽക്കല്ലുകളുള്ളതായി BAPS ഹിന്ദു മന്ദിറിന്റെ വക്താവും പൂജ്യ ബ്രഹ്മവിഹാരി സ്വാമിയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.